Hey PSC aspirants, welcome to another study vlog. ഇന്ന് നമ്മുടെ സ്റ്റഡി ചലഞ്ചിൻ്റെ 19ാമത്തെ ദിവസമാണ്. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ വീഡിയോസ് എടുക്കുന്ന സമയത്ത് തന്നെ ഓഡിയോ കൊടുക്കുന്നത്. ഇന്ന് എൻ്റെ സ്റ്റഡി ടൈമിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 8 മണിക്കൂറാണ്. നടക്കുമല്ലോ എന്നറിയില്ല, നമുക്ക് നോക്കാം. രാവിലത്തെ ഫസ്റ്റ് 1 അവർ 6 to 7 ഞാൻ കറണ്ട് അഫെയർസ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. മുന്നേ എഴുതി വെച്ച കറണ്ട് അഫെയർസ് ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്തു. അതിനുശേഷം പിന്നെ ഇന്നത്തെ കറണ്ട് അഫെയർസ് നോക്കി. അതിൻ്റെ എക്സാം ഉണ്ടായിരുന്നു എൻട്രിയിൽ, അത് അറ്റൻഡ് ചെയ്തു. പിന്നെ ടെലിഗ്രാമിൽ കുറച്ച് പോൾസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കറണ്ട് അഫെയർസിൻ്റെ തന്നെ. ഞാനിപ്പോൾ കറണ്ട് അഫെയർസ് പഠിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ഡെയിലി കറണ്ട് അഫെയർസിൻ്റെ ഡെയിലി തന്നെ പഠിക്കും, അതിൻ്റെ ഒരു എക്സാം അറ്റൻഡ് ചെയ്യും. പിന്നെ പഴയ കറണ്ട് അഫെയർസ് എങ്ങനെയാണ് കവർ ചെയ്യാമെന്ന് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അത് ഞങ്ങൾക്ക് ഒരു വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് കൊണ്ട് ഒരു മന്ത് കറണ്ട് അഫെയർസിന് ഒരു PDF അയച്ചു തരും ഗ്രൂപ്പിൽ. അപ്പോൾ അത് നോക്കിപ്പോകും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ രാവിലെ ഒരു 1 അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുക്കിംഗ് ആണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറുമാണ്. ഈ സാമ്പാർ പോലുള്ള കറികളാക്കിയാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കാൻ വേണ്ടി പറ്റും, ഉച്ചയ്ക്ക് കഴിക്കുമ്പോഴും എടുക്കാൻ വേണ്ടി പറ്റും. ഇത് എളുപ്പപ്പണിയാണ്. സാമ്പാറിൻ്റെ കൂടെ വെണ്ടക്ക വറവുണ്ടായിരുന്നേ ഉച്ചയ്ക്ക് വേണ്ടിയിട്ട്. വെണ്ടക്ക വറവ് എന്ന് വെച്ചാൽ ഉപ്പേരി, ഇവിടെയുള്ളവർ ഉപ്പേരി എന്നാണ് പറയുക. ഞങ്ങളുടെ കണ്ണൂർ വറവ് എന്നാണ് പറയുക. ഇതിൻ്റെ കൂടെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയുള്ളത് ഫിഷ് ഫ്രൈ ആക്കാനാണ്. പിന്നെ പപ്പടവും. അത് ഉച്ചയ്ക്ക് ഒരു 12:30-12:45 ചെയ്യും. ഇപ്പോഴേ ചെയ്തു വെച്ചാൽ ഒരു ഇതുണ്ടാവില്ല, അതുകൊണ്ട് ആ സമയത്ത് ചെയ്യും. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു കുക്കിംഗ് ചാനലാണ്, പക്ഷേ അല്ല ഗൈസ്, ഇതൊരു സ്റ്റഡി വ്ളോഗാണ്. ഞാൻ ചെയ്യുന്ന കാര്യമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വ്ളോഗ് ആക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഇതൊക്കെ റെക്കോർഡ് ചെയ്തത്. ഈ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പണിയായിരുന്നു. എനിക്കൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഞാനുള്ള യൂട്യൂബൊക്കെ നോക്കി എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നോക്കി പഠിച്ചെടുത്തതാണ്. പിന്നെ ഈ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്താൽ അതൊരു എക്സ്ട്രാ ഒരു ജോലി അല്ലാതെ ആവും. എനിക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അതായത് എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് കുക്ക് ചെയ്യണം. ആരും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ പാടില്ല. എൻ്റേതായ രീതിയിൽ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണിത്. അങ്ങനെ സാമ്പാറായി. അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. അതിൻ്റെ വറവ് സ്റ്റൗവിൽ വെച്ചിട്ടാണ് പോയത്. ആ സമയത്തേക്കും വറവ് നന്നായി കരിഞ്ഞിട്ടുണ്ടായിരുന്നു. നന്നായി കരിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കുഴപ്പമില്ല, കഴിക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും പഠിക്കാൻ വരുമ്പോൾ ഒരു 9:15, 9:30 ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് SCERT ആണ്. നമ്മുടെ 6th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് പാർട്ട്, സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് പാർട്ടിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററാണ് ഭൂഖണ്ഡങ്ങളിലൂടെ എന്നുള്ള ആ ഒരു ചാപ്റ്റർ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടു. കാരണം ഞാൻ ഈ പുതിയ ടെക്സ്റ്റ് ബുക്ക് 6th ഒന്നും ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് ആ ചാപ്റ്ററിൽ എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് വായിച്ചു. അതിനുശേഷം അതിൽ പറയുന്നത് നമ്മുടെ ഓരോ വൻകരകളുണ്ടല്ലോ, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓസ്ട്രേലിയനെ പറ്റി മാത്രം ഒരു ചെറിയൊരു നോട്ടാക്കി അത് വായിച്ചു കഴിയുമ്പോഴേക്കും 1 അവർ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പഠിച്ചത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിൽ നമ്മുടെ മുസ്ലിം ലീഗ്, മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ, അങ്ങനെയുള്ള 2 ടോപ്പിക്കായിരുന്നു. പിന്നെ മലയാളത്തിൽ പദശുദ്ധി എന്ന് പറയുന്ന ഒരു ക്ലാസ് കണ്ടു. അതിൻ്റെ പാർട്ട് 5 ആയി. ഈ ഒരു ടോപ്പിക്കിൻ്റെ ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു അത്. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്ന ഫിഷ് ഫ്രൈയും പപ്പടം കാച്ചുകയും ചെയ്തു. പിന്നെ ഭക്ഷണം കഴിച്ചു. അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു 2 മണി 2:15 ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയം പഠിച്ചിട്ടുണ്ടായിരുന്നത് മാത്സ് ആണ്. മാത്സ് നോക്കി. പിന്നെ ഹിസ്റ്ററിയിൽ
ഗദ്ദാർ പാർട്ടി, ലക്നൗ കരാർ, അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക് ഉണ്ടായിരുന്നു. ശരിക്കും ഇതൊരു പെൻഡിങ് ക്ലാസ് ആണ്. അപ്പോൾ അത് ഞാൻ ഇന്ന് ആഫ്റ്റർനൂണ് കണ്ടുവന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ സുപ്രധാന നിയമങ്ങളിലെ വിവരാവകാശ നിയമം, ആ ഒരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ കുറേ നാളായി. ഇപ്പം 7ാമത്തെ ക്ലാസ് എങ്ങാനാന്ന് തോന്നി ഇന്ന് കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഒരു എക്സാമിൻ്റെ ഒരു PDF ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് നൈറ്റ് ലാസ്റ്റ് അതാണ് വായിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്ന് ഞാൻ പഠിച്ചത്. പിന്നെ ഒരു കമൻറ്റ് വന്നതാണ് എങ്ങനെ ടൈം മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യാമെന്നുള്ളത്. അതിന് നമുക്ക് എത്രത്തോളം സമയമുണ്ടെന്നുള്ളത് നമുക്കാണ് അറിയാം. ഒരു ദിവസം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്കറിയാമല്ലോ. ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, നമ്മുടെ വീട്ടിൽ ആരൊക്കെ വരാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന് എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്കാണ് ഒരു ഐഡിയ ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒന്നുകിൽ കിടക്കുന്നതിന് മുന്നേ, തലേ ദിവസം കിടക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ മോർണിംഗ് തലേ ദിവസം എഴുതി വെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ തലേ ദിവസം നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ രാവിലെ പ്രോപ്പറായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുക. ആ ഒരു പ്ലാനിൽ ഓരോ കാര്യം ചെയ്യുന്നതിൻ്റെ ടൈമും കൂടെ മെൻഷൻ ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത് ഇപ്പോൾ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത്, ഞാനിപ്പോൾ 5:30 എണീക്കുന്നുണ്ട്. 5:30 എണീറ്റാൽ ആ 5:30 തന്നെ വന്നിരുന്ന് പഠിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. രാവിലെ എണീറ്റാൽ നമുക്കൊന്ന് ഫ്രഷ് ആവണം. അതിനുശേഷം പിന്നെ ഇപ്പോൾ എക്സസൈസൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. യോഗ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിന് വേണ്ടി ടൈം മാറ്റി വെക്കണം. രാവിലെ എനിക്ക് വിളക്ക് കത്തിക്കണം, പ്രാർത്ഥിക്കണം, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 6 മണിയാകും. അതിനുശേഷം 6 മണി മുതൽ ഒരു 7 മണി 7:15 ഈ ഒരു ടൈമിൽ ഞാൻ ഉറപ്പായിട്ടും പഠിക്കും. നമുക്ക് വീട്ടിൽ ചെയ്യാൻ പല കാര്യങ്ങളും ഉണ്ടാക്കും. അതിൻ്റെ കൂടെ പഠിക്കേണ്ട ടൈം ഏതാണെന്നുള്ളത് അത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കണം. ഈ ഒരു സമയം മുതൽ ഈ ഒരു സമയം വരെ ഞാൻ ഉറപ്പായിട്ടും ഈ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു എക്സാം അത് അറ്റൻഡ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ ആ ക്ലാസ് കേട്ടിരിക്കും എന്നുള്ള കാര്യം ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുക. അതിനുള്ളിൽ ചെയ്യാനുള്ള പണികളൊക്കെ ഒതുക്കി വെക്കുക. ഇപ്പോൾ വീട്ടിൽ കുറേ ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് രാവിലെ എണീക്കുക, എന്നിട്ട് പണികളൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക, അതിനുശേഷം പഠിക്കുക. ഇപ്പോൾ വർക്കിന് പോകുന്നവരാണെങ്കിൽ എത്ര മണിക്ക് നമ്മൾ വീട്ടിലെത്തും, രാവിലെ എത്ര മണിക്ക് പോകണം, അതിന് മുന്നേ എത്ര സമയം നമുക്ക് പഠിക്കാൻ കിട്ടും എന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് എഴുതി വെക്കുക. എന്നിട്ട് ആ ഒരു സമയം എല്ലാ ദിവസവും പ്രോപ്പറായിട്ട് ആ ഒരു പ്ലാന് ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. ചില ദിവസങ്ങളിൽ ബ്രേക്ക് വരും, അത് സ്വാഭാവികമാണ്. പിന്നെ കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങും. നമുക്കതൊരു ഹാബിറ്റായിട്ട് മാറും. അതായത് ഇപ്പോൾ നമ്മൾ രാവിലെ എണീച്ച് ബ്രഷ് ചെയ്യുന്നു. ആ ബ്രഷ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഹാബിറ്റാണ്. അതിന് നമുക്ക് ആരുടെയും മോട്ടിവേഷനോ ഒന്നും ആവശ്യമില്ല. നമ്മൾ യൂട്യൂബിൽ പോയി നോക്കില്ല, ബ്രഷ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് നമ്മൾ സെർച്ച് ചെയ്യില്ല. പക്ഷേ അതേസമയം പഠിക്കേണ്ട കാര്യം വരുമ്പം നമ്മൾ നേരെ ഓപ്പോസിറ്റാണ്. ഈ പഠിക്കുന്ന കാര്യവും ശരിക്കും നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് മാറ്റുകയാണ് വേണ്ടത്. അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായാൽ നമ്മൾ എല്ലാ ദിവസവും അത് ചെയ്യും. ഇപ്പോൾ ബ്രഷ് ചെയ്യുന്ന കാര്യം പറഞ്ഞ പോലെ ഈ ഒരു സമയത്ത് നമ്മൾ അത് ചെയ്യുന്നത് പോലെ പഠിക്കേണ്ട സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും പഠിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം എന്ന് പറയുന്നത് ഈ പഠിക്കലാണ്. അപ്പോൾ ഈ പഠിക്കുന്ന കാര്യത്തിന് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ബാക്കി എന്തും ആയിക്കോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ അത് മുതലാക്കുക, ആ ഒരു സമയത്ത് പഠിക്കുക. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സമയം അത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് അത് എല്ലാ ദിവസവും ഫോളോ ചെയ്യുക. എന്നിട്ട് അതിനൊരു റുട്ടീനാക്കുക, അല്ലെങ്കിൽ ഒരു ഹാബിറ്റാക്കി എടുക്കുക. എന്നിട്ട് പഠിക്കാനുള്ള ടൈം കൂട്ടി കൊണ്ടുവരിക. ആ ഒരു ട്രാക്കിൽ വീഴാനേ പണിയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു ഫ്ലോനനുസരിച്ച് അങ്ങ് പൊയ്ക്കോളും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ജോലി വാങ്ങിക്കണം, ആ വരുന്ന എക്സാം നമുക്ക് കിട്ടിയേ തീരൂ എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടൈമൊക്കെ അത് സ്വാഭാവികമായിട്ടും അത് മാനേജ് ആകും. നമ്മൾക്ക് പഠിക്കാനുള്ള ടൈം നമ്മൾ കണ്ടെത്തും, എങ്ങനെയായാലും കണ്ടെത്തും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കിട്ടുന്ന ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാൻ നോക്കുക. നാളത്തേക്കെന്ന് പറഞ്ഞ് മാറ്റി വെക്കാതിരിക്കുക. ഇന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ പഠിച്ച് തീർക്കുക. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. In the midnight glow where the stars align, we lose ourselves in the rhythm divine. Underneath the sky painted with dreams we're chasing.